ഹലോ അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? ഇന്നത്തെ നമ്മൾ വീഡിയോയിൽ കഴിക്കുന്നത് ഒരു അടിപൊളി പെരി പെരി ചിക്കൻ മന്തിയാണ് കേട്ടോ. നമ്മുടെ വീട്ടിലുള്ള ചേരുവകൾ കൊണ്ട് മാത്രം നമുക്ക് അടിപൊളിയായിട്ട് പെരി പെരി ചിക്കൻ മന്തി ഈസി ആയിട്ട് തയ്യാറാക്കാം. അതെങ്ങനെയാണെന്ന് നോക്കാം. അതിന് ആവശ്യമായിട്ട് എടുത്തത് 900 ഗ്രാം ചിക്കനാണ് കേട്ടോ. സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് അതിന് വേണ്ടിയിട്ടുള്ള മസാലകൾ തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കുരുമുളകാണ് എടുത്തിട്ടുള്ളത്. ഇത് പൊടിക്കാത്ത കുരുമുളകാണ്. പിന്നെ എടുത്തിട്ടുള്ള 1 ടീസ്പൂണ് നല്ല ജീരകം, 1 ടീസ്പൂണ് പെരിഞ്ജീരകം. പെരിഞ്ജീരകം എന്ന് പറയുന്നത് വലിയ ജീരകമാണ് കേട്ടോ. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു 4 ഗ്രാമ്പൂ, 2 ഏലക്കായി, ഒരു കഷ്ണം പട്ടയും കൂടി എടുത്തിട്ടുണ്ട് കേട്ടോ. പിന്നെ നമുക്ക് ഇതിലേക്ക് പൊടികളായിട്ട് വേണ്ടത് 1 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി, 2.5 ടീസ്പൂണ് മുളക് പൊടി, 1 ടേബിൾ സ്പൂണ് മല്ലിപ്പൊടിയും. വേറെ അറബിക് മസാല ഒന്നും പുറത്തൊന്നും വാങ്ങേണ്ട ആവശ്യമില്ല. ഈ മസാല മാത്രം തന്നെ മതി കേട്ടോ. ഇനി നമുക്കൊന്ന് ചൂടാക്കിയെടുക്കാം. ഇതിൻ്റെ കളറ് മാറാനോ വറുത്ത് ഇതാവാനോ ഒന്നും നിൽക്കേണ്ട ആവശ്യമില്ല. ഇതൊന്ന് ചൂടായി മാത്രം കിട്ടിയാൽ മതി കേട്ടോ. ഇതിപ്പോൾ ഞാനൊരു നോൺ സ്റ്റിക്കിൻ്റെ പാനിൽ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ചൂടാക്കി എടുക്കുന്നുണ്ട്, ഒരു 2 മിനിറ്റ് മാത്രം. ഇനി നമുക്ക് ശേഷം അതിലേക്കുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയാൽ മാത്രം മതി. ഇതിൻ്റെ കളറ് മാറാനൊന്നും നിൽക്കേണ്ട ആവശ്യമില്ല. 2 മിനിറ്റ് ഒന്ന് ജസ്റ്റ് ചൂടാക്കിയെടുത്തതിന് ശേഷം നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇനി അതിന് വേണ്ടിയിട്ടുള്ള മസാലകളാണ്: ഒരു ചെറുനാരങ്ങ, ഒരു തക്കാളി, ഒരു 1/4 ഭാഗം ഉള്ളി, ഒരു 3-4 തണ്ട് പുതിന, ഒരു ചെറിയൊരു കൈപ്പിടി മല്ലിയിലയും, ഒരു 6-7 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഞാൻ. ഇതെല്ലാം ഒന്ന് മിക്സിയുടെ ജാറിലൊന്ന് അടിച്ചെടുക്കണം. ഒരു വലിയ സവാളൻ്റെ ഒരു 1/4 ഭാഗമാണ് കേട്ടോ ഇത്. ചെറുനാരങ്ങ നമുക്ക് ഇതിലേക്ക് ഒന്ന് പിഴിഞ്ഞ് വയ്ക്കണം. തക്കാളിയും കൂടി ചേർത്ത് ചെറുനാരങ്ങൻ്റെ നീരും കൂടി ഒഴിച്ചിട്ട് വേണം ഇതൊന്ന് അടിച്ചെടുക്കാൻ. ശേഷം ഞാനിതൊന്ന് അടിച്ചെടുക്കട്ടെ കേട്ടോ. ഇത് നല്ലോണം അടിച്ച് കിട്ടിയിട്ടുണ്ട്. ഇതിലേക്ക് വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. ഓൾറെഡി തക്കാളിൻ്റെ നീര് കൊണ്ട് തന്നെ അതൊന്നും നല്ലോണം അടിഞ്ഞ് കിട്ടിക്കോളും. ശേഷം നമ്മൾ നേരത്തെ ചൂടാക്കി വെച്ചിട്ടുള്ള പൊടികളും സ്പൈസസൊക്കെ ഉണ്ടല്ലോ, അതും കൂടി ഒന്ന് ചേർത്തിട്ട് നല്ലോണം ഒന്നും കൂടി ഒന്ന് അടിച്ചെടുക്കാം. ഇനി നമുക്ക് ഈ ചിക്കനിലേക്ക് ഇതൊക്കെ ഒന്ന് പുരട്ടി കൊടുക്കാം. ഇത് 900 ഗ്രാം ചിക്കനാണ്, സ്കിന്നോട് കൂട്ടിയിട്ടുള്ള ചിക്കനാണ് കേട്ടോ. നമുക്ക് ചിക്കന് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ വെള്ളത്തിൻ്റെ അംശം നല്ലോണം ഒന്ന് പോകണം. അതുകൊണ്ട് തന്നെ ഞാൻ ടിഷ്യൂവിനെ കൊണ്ട് ജസ്റ്റ് ഒന്ന് ഒപ്പിയെടുക്കുന്നുണ്ട്. ഇതൊക്കെ നമ്മൾ മന്തി തയ്യാറാക്കുന്ന സമയത്ത് എപ്പോഴും സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കുന്നതായിരിക്കും കേട്ടോ ഒന്നും കൂടി നല്ലത്. നല്ല കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവില്ല സ്കിന്നോട് കൂടിയിട്ടുള്ള ചിക്കൻ എടുക്കുമ്പോഴാണ്. അതുപോലെ തന്നെ മസാല പെട്ടുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കണം, വെള്ളത്തിൻ്റെ അംശം തീരെ ഉണ്ടാവാൻ പാടില്ല. ഇനി നമുക്ക് ഇതിലേക്ക് ആ മസാല ഒന്ന് പുരട്ടി കൊടുക്കാം. നമുക്ക് ഒരു 1-2 മണിക്കൂർ വെക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ അത്രയും നല്ലതാണ്. ഇനി അത്രയും സമയമില്ല എന്നുണ്ടെങ്കിൽ ഒരു അരമണിക്കൂറെങ്കിലും മസാല പുരട്ടി വെക്കുന്നത് നല്ലതായിരിക്കും. ഒന്ന് മസാലയൊക്കെ നല്ല ചിക്കനിൽ പിടിച്ച് കഴിഞ്ഞിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും നല്ലത്. ഞാൻ അപ്പോൾ മസാല പുരട്ടാൻ വെച്ചതിൽ നിന്നും 1 ടേബിൾ സ്പൂണ് മസാല ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട്. അത് നമുക്ക് ലാസ്റ്റിലേക്ക് ഒന്ന് ആവശ്യമുണ്ട്. ഇനി നമുക്ക് ഒരു ചിക്കൻ ക്യൂബിൽ നിന്നും 1 ചിക്കൻ ക്യൂബ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ശേഷം അതിലേക്ക് ഞാൻ ഇത്തിരി ഫുഡ് കളർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, റെഡ് ഫുഡ് കളറ്. അത് ജസ്റ്റ് ഓപ്ഷണൽ മാത്രമാണ്. ഞാൻ ഇപ്പോൾ വീഡിയോക്ക് വേണ്ടി മാത്രം ഒന്ന് ചേർത്ത് കൊടുക്കുന്നതെന്നുള്ളൂ. നിങ്ങൾ വീട്ടിൽ തയ്യാറാക്കുന്ന സമയത്ത് ചേർത്ത് കൊടുക്കണമെന്നില്ല. കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ശേഷം നമുക്ക് പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മസാല പുരട്ടി മാറ്റി വെക്കാം.
നമ്മൾ എപ്പോഴും ഇതുപോലെ ചിക്കൻ തയ്യാറാക്കുമ്പോൾ എന്തായാലും ഒന്ന് വര ഇട്ട് കൊടുക്കണം ചിക്കനിൽ. ഇത് ഞാനൊരു അരമണിക്കൂർ മുമ്പ് സെല്ല ബസ്മതി റൈസ് ഉണ്ടല്ലോ, സെല്ല റൈസ്, അത് വെള്ളത്തിൽ നല്ലോണം വാഷ് ചെയ്തിട്ട് കുതിർത്ത് വെച്ചതായിരുന്നു. അരമണിക്കൂറിന് ശേഷം ഇതുപോലെ നമുക്ക് ഇതൊന്ന് വെള്ളത്തിൽ നിന്ന് ഊറ്റി മാറ്റി വെക്കാം. ഇനിയിപ്പോൾ ഞാൻ വലിയൊരു പാത്രത്തിലേക്ക് അത്യാവശ്യം നല്ലോണം വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം നമുക്ക് റൈസിന് പാകത്തിനുള്ള ഉപ്പും ചേർത്ത് ഒരു 1/4 കപ്പ് മാത്രം ഓയിൽ, വളരെ കുറച്ച് 1/4 കപ്പേ ഉണ്ടാവുള്ളൂ. അതെന്താ വെച്ചാൽ അത്ര അധികം റൈസും വെള്ളം ഉള്ളതുകൊണ്ടാണ് ഞാൻ അത്ര എടുക്കുന്നത്. നിങ്ങൾ റൈസ് എടുക്കുന്നതിനനുസരിച്ചിട്ട് ഓയിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമ്മൾ ഊറ്റി വെച്ചിട്ടുള്ള റൈസ് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കാം. റൈസ് ചേർത്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടി ഉപ്പ് ചെക്ക് ചെയ്യണം. ഉപ്പ് കുറവുണ്ടെങ്കിൽ ഉപ്പ് ചേർത്ത് കൊടുക്കണം. എനിക്കിപ്പോൾ കുറച്ചും കൂടി ഉപ്പിൻ്റെ ആവശ്യം ഉണ്ടായിരുന്നു. അപ്പോൾ ഉപ്പ് ഞാൻ കുറച്ചും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇനി അടച്ച് വെച്ച് ഇതൊന്ന് വേവിച്ചെടുക്കാം. ഇതിൻ്റെ വേവ് എങ്ങനെയാണ് മനസ്സിലാവാമെന്ന് കരുതി കഴിഞ്ഞാൽ ഇത് നമ്മൾ എടുക്കുന്ന സമയത്ത് അരി ഇതുപോലെ ഇങ്ങനെ വളഞ്ഞിരിക്കും. വെന്ത് കഴിഞ്ഞാൽ അരി ഇതുപോലെ ഒരു തൊടുമ്പോൾ തന്നെ അത് പൊട്ടിയിട്ടുണ്ടാവും. ഇപ്പോൾ കറക്റ്റ് പാകമാണ്. ഇനി നമുക്കിതൊന്ന് ഊറ്റി വെച്ചിട്ട് മൂടി വെക്കണം കേട്ടോ. ഇനി നമുക്ക് ചിക്കനിന് വേണ്ടിയിട്ടുള്ള മസാല എങ്ങനെ തയ്യാറാക്കാൻ നോക്കാം. പുരട്ടി വെച്ചിട്ടുണ്ടല്ലോ, ഇനി അതിന് വേണ്ടിയിട്ടുള്ള മസാലകളാണ്. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 1/4 കപ്പ് ഓയിൽ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രത്തോളം ഓയിൽ ആവശ്യം എന്താ വെച്ചാൽ നമ്മൾ ചിക്കൻ ഫ്രൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ആ ഓയിലിൽ തന്നെയാണ് ചിക്കനിലേക്ക് വേണ്ടിയിട്ടുള്ള മസാലയും പ്രിപ്പയർ ചെയ്യുന്നത്. ഇപ്പോൾ ഞാൻ ഇതിലേക്ക് ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട്. ഓരോന്നായി ഇതുപോലെ അത്യാവശ്യം വലിയൊരു നോൺ സ്റ്റിക്കിൻ്റെ പാത്രമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഓരോന്നായിട്ട് നമുക്ക് നല്ല വൃത്തിയിൽ തന്നെ നമുക്ക് ഇതിലേക്കൊന്ന് നിരത്തി കൊടുക്കാം. ഇതുപോലെ ചേർത്ത് കൊടുത്തിട്ട് ബാക്കിയുള്ള നമ്മളുടെ മസാലയും കൂടി ഇതിൻ്റെ മുകളിലേക്ക് ഒന്ന് പുരട്ടി കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ പുരട്ടി കൊടുക്കുമ്പോൾ ഇത് ഫ്രൈ ചെയ്ത് വരുന്ന സമയത്ത് കാണാനും നല്ല ഭംഗിയാണ്. മസാല നല്ലോണം പിടിക്കുകയും ചെയ്യും. ഇതിപ്പോൾ വളരെ ചെറിയ തീയിലാണ് കേട്ടോ ഞാനിപ്പോൾ വെച്ചിട്ടുള്ളത്. ഫുൾ ഫ്ലെയിമിലല്ല, വളരെ ചെറിയ തീയിലിട്ടിട്ട് വേണം നമുക്കിതൊന്ന് തിരിച്ചു മറിച്ചു ഇട്ടിട്ട് ഒരു 10 മിനിറ്റ് മൂടി വെച്ചിട്ട് വേണം ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ. ഞാൻ ഇട്ട ഉടനെ തന്നെ ഒരു 2 മിനിറ്റിന് ശേഷം ഇതുപോലെ ഒന്ന് തിരിച്ചിടുന്നുണ്ട്. ഇനിയിപ്പോൾ ഞാനിതൊന്ന് മൂടി വെച്ചിട്ടാണ് വേവിച്ചെടുക്കുന്നത്, ജസ്റ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുന്നത്. ഇതിപ്പോൾ നമ്മളുടെ ചിക്കന് സെറ്റായിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് ഇതിന്ന് ചിക്കന് കോരി മാറ്റാം. ഇനി ഇതേ മസാലയിലേക്ക് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് ഇതും കൂടി നമുക്ക് തയ്യാറാക്കാനുണ്ട്. എന്താണ് ഈ മസാലയിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടതെന്ന് വെച്ചാൽ, ഇനി ഇതിലേക്ക് നമുക്കൊരു ചെറിയൊരു ക്യാപ്സിക്കം അരിഞ്ഞു വെച്ചതും 2 ചിക്കൻ ക്യൂബും 2 പട്ട 3 ഏലക്കായി, 1 ടീസ്പൂണ് കുരുമുളകും, പിന്നെ നമ്മൾ ഡ്രൈഡ് ലെമൺ ഉണ്ടല്ലോ അതും കൂടി ചേർത്ത് കൊടുക്കണം. ഡ്രൈഡ് ലെമൺ ഒഴിച്ച് ബാക്കിയെല്ലാം നമുക്ക് ആദ്യം തന്നെ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് നമ്മുടെ ക്യാപ്സിക്കം ഒന്ന് വഴറ്റി കിട്ടണം. വഴറ്റി കിട്ടിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അതിലേക്ക് ഡ്രൈഡ് ലെമൺ ചേർത്ത് കൊടുക്കേണ്ടത്. ഡ്രൈഡ് ലെമൺ ചേർത്ത് കൊടുക്കുന്ന സമയം തന്നെ നിങ്ങളൊന്ന് ആ ഡ്രൈഡ് ലെമൺ ഒന്ന് കത്തിയോണ്ടൊന്ന് കുത്തി കൊടുക്കണം കേട്ടോ. എന്നാലേ ലെമണിലുള്ള ആ ഒരു ഫ്ലേവറൊക്കെ നമ്മൾ റൈസിലേക്കും മസാലയിലേക്ക് ഇറങ്ങി കിട്ടുള്ളൂ. അപ്പോൾ നേരിട്ട് ലെമൺ ചേർത്ത് കൊടുക്കരുത്. ഇതുപോലെ ഒന്ന് കത്തിയോണ്ട് ഒന്ന് ഹോൾസാക്കി ഒരു 2-3 ഹോൾസ് ഒന്ന് ലെമണിലാക്കിയതിന് ശേഷം മാത്രം വേണം നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. ഇപ്പോൾ മസാല തയ്യാറായി കഴിഞ്ഞാൽ അതിൽ നിന്ന് ഒരു ഹാഫ് മസാല നമുക്ക് മാറ്റി വെക്കണം. അത് നമുക്ക് റൈസിൻ്റെ മുകൾ ഭാഗത്ത് എന്നുവെച്ചാൽ നടുഭാഗത്തേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാനാണ്. നടുവിലെ പോർഷനിലേക്ക് ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ മസാല തയ്യാറായിട്ടുണ്ട്. ഇനി നമ്മൾ റൈസിൻ്റെ പകുതി ഭാഗം ഞാൻ ഇതിലേക്ക് ആദ്യം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ചേർത്ത് കൊടുത്ത് ഒന്ന് നിരപ്പാക്കി കൊടുത്തതിന് ശേഷം നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച മസാലേൻ്റെ പകുതി ഭാഗം ഉണ്ടല്ലോ അതും കൂടി ഒന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം.
ശേഷം നമുക്ക് ബാക്കിയുള്ള റൈസും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. റൈസ് മൊത്തത്തിൽ വെന്തിട്ട് ഉള്ള റൈസ് ആവണം കേട്ടോ. മൊത്തത്തിൽ കുക്കായി കിട്ടിയുള്ള റൈസാണ് നമുക്ക് ആവശ്യം. ഇനി അതിലേക്ക് ഞാൻ കുറച്ചൊരു പാലിൽ മഞ്ഞൾപ്പൊടി ഒന്ന് കലക്കിയിട്ട് ജസ്റ്റ് റൈസിന് നല്ല കളറിന് വേണ്ടിയിട്ട് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പാലിൽ കുറച്ച് റെഡ് ഫുഡ് കളറും കൂടി ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഒഴിക്കുമ്പോൾ നമ്മൾ റൈസ് തയ്യാറായി കഴിഞ്ഞാൽ ശരിക്കും നമുക്ക് ഈ റെസ്റ്റോറൻറ്റിന് കിട്ടില്ലേ അതേ ആ ഒരു കാണാൻ അതേ ഭംഗിയുണ്ടാവും. ഈ രീതിയിൽ തന്നെ നിങ്ങൾ തയ്യാറാക്കിയ അതേ ടേസ്റ്റിലും നിങ്ങൾക്ക് കിട്ടും കേട്ടോ. ഇനി നമുക്ക് കുറച്ച് പച്ചമുളക് നടുകെ കീറിയിട്ട് ഒന്ന് ഇതുപോലെ ചേർത്ത് കൊടുക്കാം. ഇങ്ങനെ ചേർത്ത് കൊടുക്കുമ്പോൾ നമുക്ക് ഓവർ എരിവൊന്നും ഉണ്ടാവില്ല. എന്നിട്ട് നമുക്കുടെ പച്ചമുളകിൻ്റെ ഫ്ലേവർ നല്ലോണം റൈസിലേക്ക് ഇറങ്ങി കിട്ടും ചെയ്യും. ഇനിയിപ്പോൾ ചെറിയൊരു പാത്രത്തിലേക്ക് ഞാൻ കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. എൻ്റെ കയ്യിൽ സ്റ്റീലിൻ്റെ പാത്രം ഇല്ലായിട്ടാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയൊരു സ്റ്റീലിൻ്റെ പാത്രം ഉണ്ടെങ്കിൽ അത് വെച്ച് കൊടുത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചാർക്കോൾ ചൂടാക്കിയിട്ട് വെച്ചിട്ട് നമുക്ക് അപ്പോൾ തന്നെ ഒന്ന് മൂടി വെക്കണം കേട്ടോ. ഈ സമയം ഞാൻ ഗ്യാസ് വളരെ ചെറിയ തീയിലാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. ഇനി ചെറിയൊരു പാത്രത്തിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ട് നമ്മൾ ഫസ്റ്റിൽ തന്നെ ചിക്കൻ പുരട്ടാൻ വേണ്ടി മാറ്റി വെച്ചിരുന്ന 1 ടേബിൾ സ്പൂണ് മസാല മാറ്റി വെച്ചിട്ടില്ലായിരുന്നു. ആ മസാലയും കൂടി ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുത്തിട്ട് 1 ടീസ്പൂൺ കപ്പമുളക് നമ്മളുടെ ചില്ലി ഫ്ലേക്സ് ഉണ്ടല്ലോ അതൊന്ന് ഇതിലേക്ക് ചേർത്ത് കൊടുക്കണം. നമ്മളുടെ പെരി പെരി ചിക്കനാണല്ലോ ഉണ്ടാക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതും കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് ലാസ്റ്റ് ചിക്കനിൽ ഒന്ന് പുരട്ടി കൊടുക്കണം. ഇനിയിപ്പോൾ അഥവാ ആ ഒരു എരിവ് തന്നെ മതിയെന്നുണ്ടെങ്കിൽ ഓക്കെ, കുഴപ്പമില്ല. ഇനിയിപ്പോൾ ഇത് ചേർത്ത് കൊടുത്തെന്ന് വെച്ചിട്ട് ഒരുപാട് എരിയൊന്നും ചെയ്യില്ല. കറക്റ്റ് നമ്മളുടെ ചിക്കൻ്റെ അടിപൊളി നല്ല ഫ്ലേവറും നല്ല കറക്റ്റ് എരിവിലും തന്നെയാണ് കേട്ടോ. അപ്പോൾ ഒരുപാട് എരിവുണ്ടെന്ന് കരുതിയിട്ട് ചെയ്യാണ്ടിരിക്കും വേണ്ട കേട്ടോ. നിങ്ങൾ ഈ ലാസ്റ്റിലുള്ള ഈ ഒരു ഫൈനൽ സ്റ്റേജും കൂടി നിങ്ങൾ ചെയ്താൽ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഇതിപ്പോൾ തയ്യാറായി. ഞാൻ ഗ്യാസ് ഓഫാക്കിയിട്ട് ചിക്കൻ്റെ മുകളിലേക്കൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഇത് മൊത്തത്തിന് ചിക്കൻ്റെ മുകളിലേക്ക് ബ്രഷ് ചെയ്തതിന് ശേഷം നമുക്കിതിന് നമ്മളുടെ ആ റൈസിൻ്റെ മുകളിലേക്ക് വെച്ച് കൊടുക്കാം. ഇതുപോലെ വെച്ചിട്ട് ഒരു 20 മിനിറ്റ് വളരെ ചെറിയ തീയിൽ വേണം ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. ഇത് ഓൾറെഡി ചിക്കനും റൈസും കുക്കായിട്ടുണ്ട്. എന്നാലും 20 മിനിറ്റ്സ് ഇതിൻ്റെ ദമ്മാക്കിയിട്ട് നമുക്കൊരു എന്താ പറയുക ഒരു വളരെ ചെറിയ തീയിലിട്ടിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ. അപ്പോൾ ഇതൊരു 20 മിനിറ്റിന് ശേഷം ഞാൻ കുക്കൊക്കെ ചെയ്ത് ഒരു അരമണിക്കൂറൊക്കെ കഴിഞ്ഞ് ഗ്യാസ് ഓഫാക്കിയതിനൊക്കെ ശേഷമാണ് കേട്ടോ. ഗ്യാസ് ഓഫാക്കി ഒരു അരമണിക്കൂറിനൊക്കെ ശേഷമാണ് കേട്ടോ ഇതിപ്പോൾ ഞാൻ പൊട്ടിക്കുന്നത്. അപ്പോൾ അത് ഞാൻ ചിക്കന് ഇതിൽ നിന്നും മാറ്റിയിട്ട് റൈസൊക്കെ ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട്. നല്ല അടിപൊളിയായിട്ടുള്ള ചിക്കൻ മന്തിയാണ് കേട്ടോ ഇത്. നിങ്ങൾക്ക് കറക്റ്റ് ഇത് റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ എങ്ങനെയാണോ നിങ്ങൾ പുറത്തുനിന്ന് കഴിക്കുന്നത് അതേ ടേസ്റ്റിലുള്ള ഫ്ലേവറിലുള്ള നല്ല അടിപൊളി മന്തിയാണ് കേട്ടോ. നമ്മൾ എപ്പോഴും മന്തിയൊക്കെ തയ്യാറാക്കലുണ്ട്. പക്ഷേ ഈ രീതിയിലൊക്കെ ഒന്ന് മസാല തയ്യാറാക്കിയിട്ട് നിങ്ങളൊന്ന് ചെയ്തു നോക്കേണ്ടി. നല്ല ഈസി ആയിട്ട് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു മന്തിയാണ്. ഒരു തവണ നിങ്ങൾ എന്തായാലും തയ്യാറാക്കിയാൽ ഇൻഷാല്ലാ എന്തായാലും നെക്സ്റ്റ് ടൈം എന്തായാലും ഈ രീതിയിൽ തന്നെ നിങ്ങൾ എന്തായാലും പിന്നെയും തയ്യാറാക്കി നോക്കും. അപ്പോൾ മറക്കാണ്ട് നിങ്ങൾ എന്തായാലും നെക്സ്റ്റ് ടൈം മന്തി തയ്യാറാക്കുമ്പോൾ ഈ രീതിയിൽ ഒന്ന് പ്രിപ്പയർ ചെയ്ത് നോക്കേണ്ടി കേട്ടോ. അപ്പോൾ മൊത്തത്തിൽ ഇതൊന്ന് സെർവ് ചെയ്യുന്നുണ്ട്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള നമ്മളെ മന്തിക്കും കപ്സിക്കൊക്കെ എപ്പോഴും തയ്യാറാക്കുന്ന ഷത്ത ഉണ്ടല്ലോ ആ ഷത്തയും കൂടി ഇതിൽ തയ്യാറാക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഷത്ത ഉണ്ടാക്കാൻ അറിയാത്തവരാണെന്നുണ്ടെങ്കിൽ വീഡിയോൻ്റെ ലാസ്റ്റ് ഞാൻ അതും കൂടി ഒന്നും കൊടുക്കുന്നുണ്ട്. 2 തക്കാളി, 2 വെളുത്തുള്ളി, 2 പച്ചമുളക്, ഒരു ചെറുനാരങ്ങയുടെ ഹാഫ് പോർഷന് നീരാണ് ഇതിലേക്ക് എടുക്കുന്നത്. പിന്നെ ഒരു ചെറിയൊരു കൈപ്പിടി മാത്രം മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അത് ഇതുപോലെ ഞാൻ ഇപ്പോൾ ചെയ്യുന്നത് നമ്മളുടെ ചോപ്പർ ഉണ്ടല്ലോ ചോപ്പറിലാണ്. ഇനി ചോപ്പറിൽ ചെയ്യുന്നതായിരിക്കും ഒന്നും കൂടി നല്ലത്. ഇനി ചോപ്പറില്ലാന്ന് വെച്ചാൽ കുഴപ്പമില്ല, നിങ്ങൾക്ക് ചെറിയ മിക്സിയുടെ ചെറിയ ജാറിൽ ഒന്ന് അടിച്ചെടുക്കാം. പക്ഷേ ചോപ്പർ ഉണ്ടാകുമ്പം ഒന്നും കൂടി നല്ല എന്താ പറയുക കാണാൻ നല്ലൊരു ഭംഗിയും നല്ലൊരു ഇതിലും കിട്ടും നമുക്ക്.
അപ്പോൾ പാകത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്ക് അടിച്ചെടുക്കാം. ഇങ്ങനെയാണ് ഷത്ത തയ്യാറാക്കാൻ. വളരെ എളുപ്പത്തിൽ നമുക്ക് തയ്യാറാക്കാൻ. അടിപൊളി നല്ല ടേസ്റ്റാണ് കേട്ടോ. ഈ രീതിയിലും സാധനങ്ങളൊക്കെ ചേർത്തിട്ട് തയ്യാറാക്കി കഴിഞ്ഞാൽ അപ്പോൾ ചോപ്പറിലിട്ട് വലിച്ചിട്ടാണ് അപ്പോൾ ഷത്ത തയ്യാറാക്കിയത്. അപ്പോൾ ഇൻഷാ അല്ലാഹ് നിങ്ങൾ വീഡിയോ മുഴുവനും കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യേണ്ടി, സബ്സ്ക്രൈബ് ചെയ്യേണ്ടി. സബ്സ്ക്രൈബ് ചെയ്താണ് ആരെങ്കിലും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. ഇൻഷാ അല്ലാഹ് പുതിയ വീഡിയോകളൊക്കെ ആയിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഓക്കെ, അസ്സലാമു അലൈക്കും.